കാളിയോന്ന് നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഒരാൾ നമ്മളെ വണ്ടിയുടെ അടുത്തുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ വന്നപ്പോൾ നമ്മളെ കൊണ്ട് കണ്ടിരുന്നു അല്ലേ? യൂട്യൂബിൽ കണ്ടിരുന്നു കുറേ നാൾ മുമ്പ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് തിരിച്ചറിയുന്നൊരു വാഹനമായതുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടിയുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. ഇതേപോലെ ഓരോരുത്തരെ നമ്മളെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം. റൈനു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാല്ലേ? അതെ സൗദിക്ക് പോകണം. അപ്പോൾ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എന്താ പറയണ്ടോ? വേറെന്താ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ രണ്ട് സുഹൃത്തുക്കൾക്ക്, അതായത് ഇവരെ എയിം ചെയ്തു പോകേണ്ടത് എന്താ വെച്ചാൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കുക. രണ്ട് സുഹൃത്തുക്കളായാലും. കാളിയാവുന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ കാളിയാവ് ടൗണിൽ ഇന്നലെ രാത്രി വന്നായിരുന്നു. വണ്ടിയൊക്കെ ചാർജൊക്കെ ചെയ്തത് ആ ടൗണിലേക്ക് രാവിലെ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് കുറേ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് വേണം ടൗണിലൊക്കെ വർക്ക് ചെയ്യാൻ. ഇവിടെ വന്നപാട് കുറേ ഓട്ടോറിക്ഷക്കാരും കുറേ നാട്ടുകാരും നല്ല സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഉണ്ട്. മിഷൻ വണ്ടർഫിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചുകൊണ്ടിരിക്കുക. അതാണ് മിഷൻ വണ്ടർഫിൽ അല്ലേ? ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതുവരെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു നിമിഷം നമ്മൾ ആസ്വദിച്ചിട്ടില്ല അല്ലേ? ആസ്വദിക്കാൻ പോവുകയാണ്. തീർച്ചയായും ആസ്വദിക്കാൻ വേണ്ടി പോകും. കാരണം വെച്ചാൽ പറയുന്നത് കാരണം വെച്ചാൽ നമ്മളെ കേരളത്തിൽ തന്നെ സ്പോർട്സ് ക്ലബ്ബ്, അതെ, ഈ ക്ലബിന് പ്രത്യേകതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, സർക്കാരിൽ നിന്ന് പ്രത്യേക ഒരു അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ ഞങ്ങൾ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഇതുവരെ കാണാത്ത ഒരു ടീമിനെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചാരിറ്റി പ്രവർത്തനം, ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ കണ്ടുമുട്ടിയത് നമ്മളെ ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. നമ്മളെ കാളിയാവ് എത്തിയപ്പോഴാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ എന്താ പറയുക, നമ്മുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ട്രോഫികൾ, നല്ല നല്ല ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ട്രോഫികൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന ആകെ ഒരു സ്ഥാപനം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ? ഒരു ഓഫീസേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ഈ ആൾക്കാരെല്ലാവരും കൂടെ വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്ന ട്രോഫികളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എന്താ പറയുക, എല്ലാ ജില്ലകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളെ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഒരു ട്രോഫിയും കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല പ്രവർത്തകർക്ക് കിട്ടുന്നത്. കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ? 14 ജില്ലയുണ്ട്. 14 ജില്ലയിൽ ഏറ്റവും നല്ല പ്രവർത്തകർക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇവരോട് കൂടിയിട്ട് ഇന്നത്തെ കുറച്ച് സമയം ഞങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇവരോടെ ചിലവഴിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മിഷന് വേണ്ടി ഇറങ്ങിക്കൊണ്ട് മാത്രം പറ്റുന്ന. നിങ്ങൾ കുടുങ്ങില്ലേ? പ്രമുഖനായ ചാരിറ്റി പ്രവർത്തകരാണ്. ഇന്റർനാഷണൽ ചാരിറ്റി വകയായിട്ട് എന്തെങ്കിലും ₹1 അവർ പറയുന്ന വശമുണ്ട്. പിന്നെ നാളെ ഡബിൾ മരുന്ന് എഴുതിട്ടാന്നില്ല. അതൊന്നും നീര് കൊടുക്കും. ഞാൻ വയനാടാണ്. വയനാട് നമ്പർ കൂടുതലുള്ള ആള് ചൂരാശ്ശേരി. എന്താണ് ഇങ്ങനെ ഒരു ദൗത്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിക്കാണ്ടായ കാരണം? ഒന്നുമില്ല, ഞങ്ങൾ ചിന്തിച്ച് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിന്തയായിരുന്നു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചിലവ് പറഞ്ഞ ഒരു ഫാഷനാണല്ലോ. ഇതിൻ്റെ മൊത്തം പോകാം. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. കോവിഡാണ്, അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. ഇങ്ങനെയുള്ള ദൗത്യങ്ങൾക്ക് അപ്പോൾ എത്ര മാസമാണ് നിങ്ങളുടെ ഈ ദൗത്യം? ഇനിയിപ്പോൾ ഒരു 2 വർഷം കൂടെ പിടിക്കും. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാരമ്പര്യ ചെലവും നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആരെയും? തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥകളാണെങ്കിൽ അച്ഛനമ്മയ്ക്ക് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈഫാണെങ്കിൽ അവരുടെ കൂടെ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾ അന്വേഷിക്കണം. അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ്. എത്ര വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവം?
സജീവമായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു 60 വെച്ച സമയം മുതൽ ഞങ്ങൾ ഇതേപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കാം. കാളികാവിൽ എത്ര മണിക്കൂറുണ്ട്? ഇന്നും ചിലപ്പോൾ നാളെയും കൂടി ഉണ്ടാവും. ഇന്നും നാളെ. ഇവിടെ നിൽക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങളോട് ചെലവ് എത്ര പേരല്ലേ? 4 പേര്. ഞങ്ങൾ 2 പേര്. നമ്മളെ വകയായിട്ട് നിങ്ങളെ ചെലവ് അതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഹോട്ടലിന് കഴിച്ചത്? നിങ്ങളെ ഏറ്റവും ഇവിടുത്തെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലിന് കഴിച്ചോളൂ. നമ്മൾ 2 ദിവസമല്ലേ? അഷ്റഫ് ദോസ്ത്, അതാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫുൾ ചെലവ് നിങ്ങളുടെ 2 ദിവസത്തെ നമ്മളെ കളയുന്ന 4 ദിവസം 1 മാസം നിൽക്കണം. കേട്ടോ, ഇതാണ് സപ്പോർട്ട്. ഓരോ ടൗണിലും ചെല്ലുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഇതാണ്. എല്ലാവരും ഇതേപോലെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാണ്ട്. എൻ്റെ പേര് അഷ്റഫ് അല്ലേ? അഷ്റഫ് ദോസ്ത് കാളികാവ്. ഓക്കെ, അഷ്റഫ് ദോസ്ത് കാളികാവ് നാടോ. ഇപ്പോൾ ഇദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഇവരോട് തന്നെ എല്ലാവരും വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പൊളിക്കാൻ പോവുക ഈ ടൗണിൽ നിന്ന്. ശരിക്കും ഞങ്ങൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകട്ടെ. ഇങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കാണുമ്പോഴേ സത്യം കണ്ണ് നിറഞ്ഞു പോവാം. കാരണം എത്രയും ഡെഡിക്കേറ്റഡ്. അവർ നമ്മുടെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അവർ എത്ര രീതിയിലാണ് അവർ ചെയ്യുന്നത് നോക്കി. എത്ര ഡെഡിക്കേറ്റഡ് ആണ് നോക്കി. കണ്ടോ? അതന്നെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. എൻ്റെ പേരെന്താ? നാസർ. ഓക്കെ ഓക്കെ. ശരിക്കും എന്താ സത്യം പറയാം, എന്താണ് ആൾക്കാർ ഇവിടുത്തെ. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയ മുതൽ തുടങ്ങിയത് ഞങ്ങൾ ഇത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ആണോ? രണ്ട് യൂട്യൂബേഴ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഒരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവരിന്ന് ഫുൾ ടൈം ഈ ഒരു ടൗൺ മൊത്തം കവർ ചെയ്യാൻ വേണ്ടി ഇവരുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളി സപ്പോർട്ടുമായിട്ട് ഇവർ കൂടെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ടൗണിലത്തെ കളക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സപ്പോർട്ടായിരുന്നു എല്ലാവരും. കാരണം വെച്ചാൽ ഇവിടുത്തെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൻ്റെ ഒരു പേരുണ്ട്, അതായത് ഗുമേനി എന്ന് പറഞ്ഞിട്ട് ഈ ചാരിറ്റി സംഘടന ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഒരാളുള്ള ഗ്രൂപ്പിലെ, പക്ഷേ എല്ലാവരും ഇവിടുത്തെ ലോഡിങ് തൊഴിലാളികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഈ നിമിഷം വരെ, ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളല്ല വർക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ സംസാരിച്ചുള്ളൂ. ഏറ്റവും കൂടുതൽ സംസാരിച്ച് ഞങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞതും നമ്മൾ സാവിച്ചേട്ടനാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഓരോ കടകളിലെ ആൾക്കാരും ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇന്ന് മാത്രം നമുക്ക് ഈ ഒരു ചെറിയൊരു ടൗണിൽ നിന്ന് മാത്രം 5800 രൂപയാണ് നമ്മൾ ഇവർ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഘടനകൾ കുറഞ്ഞ സമയം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ വൈകുന്നേരം വരെ കിട്ടുന്ന പൈസയാണ് ഉച്ച നേരം കൊണ്ട് ഇവർ കളക്ട് ചെയ്ത് തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ മിഷൻ്റെ വകയും ഞങ്ങളുടെ വകയും എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഗുമേനി എന്ന് പറഞ്ഞ ചാരിറ്റി സംഘടന ഒരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഞങ്ങളുടെ വക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള ആ 2 വാക്കും കൂടെ എന്തായാലും ശ്രദ്ധിക്കുക അല്ലേ സവിചേട്ടേ, എന്താണ് ഒരു 2 വാക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഞങ്ങളെന്തായാലും മറ്റേ കാരവാനിൽ വന്ന
നമ്മുടെ സുഹൃത്തുക്കളായിട്ട് വന്ന ആൾക്കാരെ നമ്മൾ എന്തായാലും കുമേനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലുപരി തന്നെ പറഞ്ഞ നന്ദി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പിന്നെ ഇതുപോലെ സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ, ഇവർ മുന്നോട്ട് വെച്ച സൽക്കർമ്മങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂം നിറച്ചും ട്രോഫികളുടെ കളിയാണ്, അവാർഡുകളും ട്രോഫികളും കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു.